ലോജിക് ബോക്സ് അവതരിപ്പിക്കുന്ന കോഡ് ആൻഡ് പ്ലേ എന്ന സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രസകരമായിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റാണ്. നമ്മൾ സ്ക്രാച്ചിനകത്ത് ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊരു സാധാരണ കാൽക്കുലേറ്റർ അല്ല. നമുക്ക് വേണ്ടി ഇന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാറ്റാണ്. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കടക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാറ്റ് നമ്മളോട് എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയും. ആദ്യത്തെ നമ്പർ നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ആദ്യത്തെ നമ്പറായിട്ട് ഞാൻ 50 എന്നുള്ളൊരു നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ താഴെ എൻ്റർ ചെയ്യാനുള്ളൊരു കോളം ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ 50 എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. ടിക്ക് മാർക്ക് പ്രസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം num1 എന്നുള്ളിടത്ത് 50 എന്നുള്ള വാല്യൂ സേവ് ആയിട്ടുണ്ട്. ഇപ്രാവശ്യം ക്യാറ്റ് നമ്മളോട് എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറയുകയാണ്. ഞാൻ രണ്ടാമത്തെ നമ്പറായിട്ട് 60 എൻ്റർ ചെയ്യുകയാണ്, 60 എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ഐ വിൽ ക്ലിക്ക് ദിസ് ടിക്ക് മാർക്ക്. അപ്പോൾ രണ്ടാമത്തെ num2 എന്നുള്ളിടത്ത് നേരത്തെ ഒരു 200 ഒക്കെ ആയിരുന്നു കിടന്നിരുന്നത്. അത് നേരത്തെ ചെയ്ത കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പ്രൊജക്റ്റ് റൺ ചെയ്തപ്പോഴുള്ള വാല്യൂ അവിടെ കിടക്കുന്നതാണ്. ഇപ്രാവശ്യം num2 60 ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ num1 50 ആണ്, num2 60 ആണ്. ഇപ്പോൾ നമ്മുടെ ക്യാറ്റ് നമ്മളോട് പറയുകയാണ് പ്രസ് A ഫോർ അഡീഷൻ, S ഫോർ സബ്ട്രാക്ഷൻ, M ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് D ഫോർ ഡിവിഷൻ. ഇതിലേതെങ്കിലും ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാറ്റ് നമ്മളോട് പറയുകയാണ്. ഞാനിപ്പോൾ A കീ പ്രസ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കമ്പ്യൂട്ടറിലെ കീബോർഡിലുള്ള A കീ ഞാൻ പ്രസ് ചെയ്യാൻ പോവുകയാണ്. A കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാറ്റ് ഇതിൻ്റെ ആഡഡ് റിസൾട്ട് പറയുകയാണ്. 50 60 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 110 ആണ്. സോ യു വിൽ സി 110 there, റൈറ്റ്? നൗ ഇഫ് ഐ പ്രസ് S കീ, S ഈസ് ഫോർ സബ്ട്രാക്ഷൻ. S കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ S കീ പ്രസ് ചെയ്യാൻ പോവാണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സബ്ട്രാക്റ്റഡ് റിസൾട്ട് ഈസ് -10 എന്ന് പറഞ്ഞിട്ട് അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ കാണണമെങ്കിൽ M കീ പ്രസ് ചെയ്താൽ മതി. M കീ പ്രസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലൈഡ് റിസൾട്ട് ഈസ് 3000 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അതുപോലെ ഡിവിഷൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ D കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിവൈഡ് ബൈ 60 ഈസ് 0.833 ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പ്രൊജക്റ്റിനകത്ത് പഠിക്കാനുണ്ട്. വിതൗട്ട് എനി ഫർദർ റിവ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാവരും സ്ക്രാച്ചിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഒരു പുതിയ പ്രൊജക്റ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കുക. കാൽക്കുലേറ്റർ എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ക്യാറ്റ് സ്പ്രൈറ്റ് മാത്രം മതി, മറ്റ് സ്പ്രൈറ്റുകളൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്ത് ഇതിനെ രസകരമാക്കാവുന്നതാണ്. ഐ വിൽ ലീവ് ഇറ്റ് യു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ എൻ്റെ ക്യാറ്റ് സ്പ്രൈറ്റിനെ കോഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം എനിക്ക് വേണ്ടത് ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവൻറ്റ്സിനകത്ത് വെൻ ഗ്രീൻ ഫ്ലാഗ് ഈസ് പ്രസ്ഡ്, എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെ ക്യാറ്റിനെ കൊണ്ട് ഒരു ചോദ്യം ചോദിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ക്യാറ്റ് വെയിറ്റ് ചെയ്യണം. നേരത്തെ കണ്ടതുപോലെ ഒരു ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു കോളം വന്ന ശേഷം വെയിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സെൻസിങ് എന്നുള്ള ബ്ലോക്കുകൾക്കകത്ത് നിങ്ങൾക്ക് കാണാം ആസ്ക് വാട്ട്സ് യുവർ നെയിം ആൻഡ് വെയിറ്റ്. ആ ബ്ലോക്കിന് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. ആസ്ക് വാട്ട്സ് യുവർ നെയിം ആൻഡ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബ്ലോക്ക് ഇപ്പോൾ ഞാൻ ഈ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വാട്ട്സ് യുവർ നെയിം എന്ന് നമ്മുടെ ക്യാറ്റ് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ അടിയിലൊരു നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു കോളവും ഓപ്പണായി വന്നിട്ടുണ്ട്. തൽക്കാലം വാട്ട്സ് യുവർ നെയിം അല്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റ് എന്ത് ചെയ്യും, എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയും. അതിനുശേഷം ക്യാറ്റ് വെയിറ്റ് ചെയ്യും, റൈറ്റ്? ഇവിടെ ഞാനൊരു നമ്പർ എൻ്റർ ചെയ്യുകയാണ്, 10 എന്നുള്ളൊരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, ആ ആൻസർ മാഞ്ഞു പോയിട്ടുണ്ടല്ലേ. ഞാൻ ഒരു പണി കൂടെ എടുക്കുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെയും വെറുതെ അങ്ങ് മാഞ്ഞു പോവാതെ അതിനെ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും. ദാറ്റ് രണ്ടാമത്തെ നമ്പർ, ആദ്യത്തെ നമ്പറിനെ ഞാൻ ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കുന്നു. രണ്ടാമത്തെ നമ്പർ യൂസർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷമാണ് അഡീഷൻ ആണെങ്കിൽ എനിക്ക് ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പറിനെ ആഡ് ചെയ്യാം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പുതിയ ടെക്നിക്ക്, ഇതുവരെ നമ്മൾ ഈ പഠിക്കാത്തൊരു പുതിയ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് വേരിയബിൾസ്. ഇവിടെ വേരിയബിൾസ് എന്ന് പറയുന്ന ബ്ലോക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേരിയബിൾസിനകത്ത് ക്ലിക്ക് ചെയ്യുക. വേരിയബിൾസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ബ്ലോക്കുകൾ ഇവിടെ കാണാം. മൈ വേരിയബിൾ എന്നൊരു ബ്ലോക്ക് ഉണ്ട്. സെറ്റ് മൈ വേരിയബിൾ ടു 0, ചേഞ്ച് മൈ വേരിയബിൾ ബൈ 1 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബ്ലോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു പുതിയ വേരിയബിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മെയ്ക്ക് എ വേരിയബിൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മേക്ക് എ വേരിയബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായി വരും. ന്യൂ വേരിയബിൾ നെയിം. ഞാൻ ആദ്യത്തെ വേരിയബിളിന് num1 നമ്പർ 1 എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ കൊടുത്തോളൂ. ഞാനിപ്പോൾ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ,
നമ്പർ 1 എന്നാണ് എൻ്റെ ആദ്യത്തെ വേരിയബിളിൻ്റെ പേര്. ഫോർ ഓൾ സ്പ്രൈറ്റ് തന്നെ സെലക്ട് ആയി കിടന്നോട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് ഒരു സ്പ്രൈറ്റ് മാത്രമേ ഉള്ളൂ. കുറേ സ്പ്രൈറ്റുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പ്രൈറ്റിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർ ഓൾ സ്പ്രൈറ്റും ഫോർ ദിസ് സ്പ്രൈറ്റ് ഓൺലിയും യൂസ് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റിനകത്ത് അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. പിന്നീട് എപ്പോഴെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ ഓക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വേരിയബിൾസ് എന്ന് പറയുന്ന ബ്ലോക്കുകൾക്കകത്ത് മൈ വേരിയബിളിൻ്റെ കൂടെ തന്നെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിൾ കൂടി ഉണ്ടായി വന്നിട്ടുണ്ട് അല്ലേ. ഞാനിനി ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ യൂസർ എൻ്റർ ചെയ്യുന്ന ഒരു നമ്പറിനെ ഞാൻ ഈ നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സേവ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞാൻ ഈ സെറ്റ് മൈ വേരിയബിൾ ടു 0 എന്നുള്ള ബ്ലോക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാണ്. മൈ വേരിയബിൾ മാറ്റിയിട്ട് നമ്പർ 1 സെലക്ട് ചെയ്യണം. നമ്പർ 1നെ നമുക്ക് എന്തായിട്ടാണ് മാറ്റേണ്ടത്? ഇപ്പോൾ 0 ആയിട്ടാണ് മാറ്റുന്നത്. 0 ആയിട്ടല്ല എനിക്ക് മാറ്റുന്നത്. പകരം ഒരാൾ എൻ്റർ ചെയ്ത വാല്യൂ ആയിട്ടാണ് എനിക്ക് മാറ്റുന്നത്. നമ്മൾ അയാളോട് എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയുകയുണ്ടായി. അയാൾ എൻ്റർ ചെയ്ത ആ ആൻസറിനെയാണ് എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്പർ 1-നകത്ത് സേവ് ചെയ്യേണ്ടത്. സെൻസിങ്ങിനകത്തേക്ക് തിരിച്ചു പോവുക. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻസിങ്ങിനകത്തേക്ക് തിരിച്ചു പോവുക. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കാണാൻ പറ്റും. അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ഡ് ആസ്ക് എൻ്റെ ദി ഫസ്റ്റ് നമ്പർ ആൻഡ് വെയിറ്റ്. ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. നമ്മൾ ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് ആ ആൻസറിനെ എടുത്തിട്ട് ആ ഉത്തരത്തെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സേവ് ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ഞാൻ പ്രസ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യത്തെ നമ്പർ 10 എന്ന് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, മാജിക് കാണാൻ പറ്റും. നമ്പർ 1 എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ മാറുന്നത് കണ്ടോ? നിങ്ങൾക്കിവിടെ കാണാം. നമ്പർ 1 എന്നുള്ളത് എന്തായിട്ടുണ്ട്? 10 ആയി മാറിയിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമത് എന്ത് ചെയ്യണം? ഇതിന് ശേഷം എൻ്റെ ക്യാറ്റ് വീണ്ടും രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയണം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആസ്ക് വാട്ട്സ് യുവർ നെയിം ആൻഡ് വെയിറ്റ് എന്നുള്ള ബ്ലോക്ക് വീണ്ടും അറ്റാച്ച് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റർ ദ സെക്കൻഡ് നമ്പർ എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാറ്റ് രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ 2 എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി ഉണ്ടാക്കുകയാണ്. വേരിയബിൾസിനകത്തേക്ക് പോവുക. വേരിയബിൾസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ മേക്ക് എ വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്പർ 2 എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി ഞാൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്പർ 2 ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഈ ടിക്ക് മാർക്കുകൾ ഉണ്ട് എങ്കിൽ ഈ ടിക്ക് മാർക്കിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കിവിടെ സ്റ്റേജിൽ കാണാൻ പറ്റും. ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷമാവും. ഓക്കെ, ടിക്ക് മാർക്ക് കിടന്നോട്ടെ. ഇവിടെ നമുക്ക് കാണാമല്ലോ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന റിസൾട്ടിനെ എടുത്തിട്ട് ആൻസറിനെ എടുത്തിട്ട് നമ്പർ 2-നകത്ത് സേവ് ചെയ്യണം അല്ലേ. സെറ്റ് നമ്പർ 2 ടു ആൻസർ. സെൻസിങ്ങിനകത്ത് ആൻസർ ഉണ്ടാവും. ആൻസറിനെ എടുത്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ആ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യാണ്. അപ്പോൾ ക്യാറ്റ് നമ്മളോട് എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയുകയാണ്. ആദ്യത്തെ നമ്പർ 10 എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാണ്. ആദ്യത്തെ നമ്പറിനെ എടുത്തിട്ട് 10-നെ എടുത്തിട്ട് നമ്പർ 1-നകത്ത് കൊണ്ട് സേവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ദി സെക്കൻഡ് നമ്പർ എന്ന് നമ്മുടെ ക്യാറ്റ് പറയുകയാണ്. ഐ വിൽ എൻ്റർ 20 ഫോർ ദ ടൈം ബീങ്. വൺസ് 20 ഈസ് എൻ്റർഡ് ഐ ക്യാൻ പ്രസ് ദി എൻ്റെ കീ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ 20-നെ എടുത്തിട്ട് അവരെവിടെ സേവ് ചെയ്തിട്ടുണ്ട്? നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കൊണ്ടുപോയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്പർ 1 കിട്ടി, നമ്പർ 2 കിട്ടി. നമ്മുടെ പ്രധാനപ്പെട്ട ടാസ്കുകളായിട്ടുണ്ട്. ആദ്യത്തെ 2 നമ്പറുകൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അഡിഷൻ ചെയ്യാം, സബ്ട്രാക്ഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം. ഇതിലേതാണ് വേണ്ടത് എന്ന് യൂസറോട് ചോദിക്കുകയാണ് വേണ്ടത്. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ സേ എന്നുള്ള ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. ആസ്ക് ബ്ലോക്കൊന്നും ഉപയോഗിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം ലുക്സിനകത്ത് പോയിട്ട് സേ എന്ന് പറയുന്ന ബ്ലോക്ക് യൂസ് ചെയ്യാണ്. സേ ഹലോ ഫോർ 2 സെക്കൻഡ്സ് അല്ല, സേ ഹലോയിൽ കിടന്നോട്ടെ. ഹലോ അല്ല പറയുന്നത്, പകരം നമ്മുടെ ക്യാറ്റ് പറയാണ് പ്രസ് എ ഫോർ അഡിഷൻ. ക്യാറ്റിന് എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഞാൻ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന മറ്റാർക്കെങ്കിലും ഇത് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പ്രസ് എ ഫോർ അഡിഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ, S for subtraction, M for multiplication, or D for division. നമുക്ക് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ഞാൻ പ്രസ് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നു. ആദ്യത്തെ നമ്പറായിട്ട് ഞാൻ 100 എൻ്റർ ചെയ്യാണ്. 100 എൻ്റർ ചെയ്തിട്ട് ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുന്നു. നമ്പർ 100 ആയിട്ടുണ്ട്. എൻ്റർ ദി സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നു. 200 എൻ്റർ ചെയ്യാണ്. ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുന്നു. നമ്പർ 200 ആയിട്ടുണ്ട്. പ്ലസ് എ ഫോർ അഡിഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓർ ഡി ഫോർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാറ്റ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ. ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് യൂസർ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നുണ്ടോ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷൻ ചെയ്യണം അല്ലേ. എസ് കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇനി അങ്ങനെ യൂസർ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൺട്രോളിനകത്ത് പോയിട്ട് ഈഫ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഈഫ് ദെൻ ഈഫ് സംതിങ് ഈസ് ഹാപ്പൻഡ് ദെൻ ഡു സംതിങ്, റൈറ്റ്? ഈഫ് എന്ത് സംഭവിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത്? എ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈഫ് എ കീ ഈസ് പ്രസ്ഡ് ദെൻ ഡു അഡീഷൻ, അല്ലേ? അഡീഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറഞ്ഞു കൊടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഈഫ് എ കീ ഈസ് പ്രസ്ഡ്, എ കീ പ്രസ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെൻസിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കീ സ്പേസ് പ്രസ്ഡ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതിവിടെ ഞാൻ അറ്റാച്ച് ചെയ്യാം. നമ്മൾ സ്പേസ് കീ അല്ല നോക്കുന്നത്, പകരം നമുക്ക് വേണ്ടത് എന്താണ്? ഇതിനകത്ത് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കീകളും കാണാൻ പറ്റും. താഴോട്ടുള്ള എല്ലാ കീയും നമുക്ക് കാണാൻ പറ്റും. എ കീ ആണ് നമുക്ക് വേണ്ടതല്ലേ? എ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈഫ് എ കീ ഈസ് പ്രസ്ഡ് ദെൻ ഡു സംതിങ്. എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ആഡഡ് റിസൾട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാറ്റിനോട് പറയാണ്, ലുക്സിനകത്ത് പോകുന്നു, സേ ചെയ്യാൻ പറയുന്നു. ക്യാറ്റിനോട് എന്ത് സേ ചെയ്യാൻ പറയുന്നു? ഹലോ അല്ല സേ ചെയ്യേണ്ടത്, പകരം നമ്പർ 1 പ്ലസ് നമ്പർ 2 ആണ് സേ ചെയ്യേണ്ടത്, അല്ലേ? നമ്പർ 1 പ്ലസ് നമ്പർ 2 എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ പ്ലസ് അഡീഷന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാറ്റിനോട് ഞാൻ പറയാണ്, ഈ ആഡ് ചെയ്ത റിസൾട്ട് സേ ചെയ്യുക. എന്തിനൊക്കെ ആഡ് ചെയ്ത റിസൾട്ട്? വേരിയബിൾസിനകത്ത് പോവുക, നമ്പർ 1നെയും നമ്പർ 2നെയും ആഡ് ചെയ്ത റിസൾട്ട് സേ ചെയ്യുക. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഞാൻ പ്രസ് ചെയ്യാണ്, എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ നമ്പറായിട്ട് ഞാൻ 20 എൻ്റർ ചെയ്യുന്നു. സോ നമ്പർ 1 20 ആയിട്ടുണ്ട്. പ്ലസ് ദ സെക്കൻഡ് നമ്പർ എൻ്റർ ദ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നുണ്ട്. 30 എൻ്റർ ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, രണ്ടാമത്തെ നമ്പർ 30 ആയിട്ടുണ്ട്. ഇനി എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ നടക്കുമോ നോക്കാം. ഞാൻ എ കീ പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അതെന്താ അങ്ങനെ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സേ ചെയ്ത് കഴിഞ്ഞ ഉടനെ പ്രസ് എ ഫോർ അഡീഷൻ എസ് ഫോർ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ് അടുത്ത മൊമെൻറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യാണ് എ കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാദ്യം തെളിഞ്ഞു വന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾ എ കീയും പ്രസ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് റിസൾട്ട് വരുമായിരുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പോവുകയാണ്. ഫോർ എവർ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോർ എവർ എന്ന് പറയുന്ന ബ്ലോക്ക് യൂസ് ചെയ്യാം. കൺട്രോളിനകത്ത് പോയി കഴിഞ്ഞാൽ ഫോർ എവർ ബ്ലോക്ക് നമുക്ക് കിട്ടും. ഈ ചെക്ക് ചെയ്യുന്നത് എ കീ പ്രസ് ചെയ്യുന്നുണ്ടോ, എ കീ പ്രസ് ചെയ്യുന്നുണ്ടോ, എ കീ പ്രസ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഫോർ എവർ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. സോ ഒരു വട്ടം കൂടി നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യാണ്, ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അതിൽ എൻ്റെ 100 ഫോർ ദ ടൈം ബീങ്. ദെൻ ദേ ആർ ആസ്കിങ് അസ് ടു എൻ്റർ ദി സെക്കൻഡ് നമ്പർ. ഇപ്രാവശ്യം ഞാൻ 200 എൻ്റർ ചെയ്യാണ്. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യാണ്. ഇപ്രാവശ്യം എ ഫോർ അഡീഷൻ പ്രസ് എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എ കീ പ്രസ് ചെയ്യാണ്. എ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത റിസൾട്ട് കിട്ടി. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ഫോർ എവർ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എ കീ പ്രസ് ചെയ്യുന്നുണ്ടോ, എ കീ പ്രസ് ചെയ്യുന്നുണ്ടോ, എ കീ പ്രസ് ചെയ്യുന്നുണ്ടോ. എ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ സേവ് ചെയ്യാൻ പറഞ്ഞേക്കണേ? നമ്പർ 1 പ്ലസ് നമ്പർ 2 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ. നമ്പർ 1-നകത്ത് 100 ഉണ്ട്, നമ്പർ 2-നകത്ത് 200 ഉണ്ട്. സോ 100 പ്ലസ് 200 300 എന്നുള്ള റിസൾട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഓപ്പറേറ്റേഴ്സിനകത്ത് ജോയിൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്. അത് കൂടി നമുക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ. ജോയിൻ ആപ്പിൾ പ്ലസ് ബനാന ഉണ്ട്. ആപ്പിൾ പ്ലസ് ബനാനനെ അല്ല ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്, പകരം നമ്പർ 1 പ്ലസ് നമ്പർ 2നെയും അതിൻ്റെ കൂടെ ആഡഡ് റിസൾട്ട് ഈസ് എന്നുകൂടി ഞാൻ പറയാൻ പോവാണ്. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഇത് മാൻഡേറ്ററി അല്ല, നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. ആഡഡ് റിസൾട്ട് ഈസ് നമ്പർ 1 പ്ലസ് നമ്പർ 2. എന്നിട്ട് ഞാൻ തിരിച്ചതിനെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ സേക്കകത്ത് കിടക്കുന്നത് ജോയിൻ ആഡഡ് റിസൾട്ട് ഈസ് നമ്പർ 1 പ്ലസ് നമ്പർ 2. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യാണ്. എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നു. ഞാൻ 20 എൻ്റർ ചെയ്യാണ്. സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. 30 എൻ്റർ ചെയ്യുന്നു. റൈറ്റ്. എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഡി ഫോർ ഡിവിഷൻ പറയാണ്. എ കീ പ്രസ് ചെയ്യാണ്. സോ ആഡഡ് റിസൾട്ട് ഈസ് 50 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആഡഡ് റിസൾട്ട് ഈസ് 50. ആഡഡ് റിസൾട്ടിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഡഡ് റിസൾട്ട് ഈസ് അതിൻ്റെ കൂടെ നമ്പർ 1 പ്ലസ് നമ്പർ 2നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കാണുന്നില്ല, അത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ആഡഡ് റിസൾട്ട് ഈസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പേസ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്പേസ് വന്നോളും. സോ നമ്മുടെ അഡീഷൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എസ് ഞെക്കിയാൽ സബ്ട്രാക്ഷൻ നടക്കുമോ? നടക്കൂല. എന്തുകൊണ്ടാണ്? എ കീ മാത്രമേ നമ്മൾ കോഡ് ചെയ്തിട്ടുള്ളൂ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കോഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇത് മുഴുവൻ വീണ്ടും ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ട് ഞാൻ ഇതിനെ ഈ ഈഫിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഈഫിൻ്റെ മുകളിൽ നിങ്ങളുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്, ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. രണ്ടാമത് ചെക്ക് ചെയ്യാൻ പോകുന്നത് എസ് കീ ആണല്ലേ. ഞാൻ എ കീ മാറ്റിയിട്ട് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് കീ കാണാൻ പറ്റും. എസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ഷനാണ് നമുക്ക് വേണ്ടത്. സോ ഈ നമ്പർ 1 പ്ലസ് നമ്പർ 2 ഞാൻ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഇവിടെ ഓപ്പറേറ്റേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ സി നമ്പർ 1 മൈനസ് നമ്പർ 2. സോ ഞാൻ ഇതിനെ ഇവിടെ അറ്റാച്ച് ചെയ്യണം. നമ്പർ 1 മൈനസ് നമ്പർ 2. ആഡഡ് റിസൾട്ട് മാറ്റിയിട്ട് സബ്ട്രാക്റ്റഡ് റിസൾട്ട് ആക്കുകയാണ്. സബ്ട്രാക്റ്റഡ് റിസൾട്ട് നമ്പർ 1 മൈനസ് നമ്പർ 2 അല്ലേ.
ഇപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിനെ തിരിച്ച് ഫോർ എവർ ബ്ലോക്കിനകത്ത് കൊണ്ട് അറ്റാച്ച് ചെയ്യുക. ആദ്യത്തെ ഈഫിൻ്റെ താഴെ അറ്റാച്ച് ചെയ്യാം. ആ ഈഫിനകത്ത് കൊണ്ടുപോയി ഇടരുത്. ചില സമയത്ത് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ കുട്ടികൾ വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈഫിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. ഈഫ് ഇതിന് പുറത്തായിരിക്കണം. ഈ ഈഫിൻ്റെ താഴെ തന്നെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. അത് ഫോർ എവറിനകത്തും ആയിരിക്കണം. ഇപ്പം ഞാൻ എസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സബ്ട്രാക്ടർ റിസൾട്ട് -10 എന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടി ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഇവിടെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് എം ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. നമുക്ക് തൽക്കാലം മൾട്ടിപ്ലൈഡ് റിസൾട്ടീസ് പറയാം. നമുക്ക് മൾട്ടിപ്ലൈഡ് റിസൾട്ടീസ് എന്ന് പറയാം. എന്നിട്ട് നമ്പർ 1 മൈനസ് നമ്പർ 2 എടുത്ത് മാറ്റുകയാണ് ഞാൻ. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് ഇവിടെ അറ്റാച്ച് ചെയ്യാം. നമ്പർ 1 മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ 2, റൈറ്റ്. അതുപോലെ എന്ത് ചെയ്യുക, ഡിവിഷനും നമുക്ക് ചെയ്യാം. ഞാൻ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഡിവിഷൻ ഇവിടെ അറ്റാച്ച് ചെയ്യാണ്. ഇഫ് ഡി കീ ഈസ് പ്രസ്ഡ്, എവിടെയാണ് ഡി കീ ഈസ് പ്രസ്ഡ്, ഡിവൈഡഡ് റിസൾട്ട് ഈസ് അല്ലേ, ഡിവൈഡഡ് റിസൾട്ട് ഈസ് നമ്പർ 1 ഡിവൈഡഡ് ബൈ നമ്പർ 2 ആണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ എടുക്കാൻ പോവാണ് ഇവിടുന്ന്. നമ്പർ 1 ഡിവൈഡഡ് ബൈ നമ്പർ 2. ഓക്കെ, ഇന്ന് നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോഡുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുഴുവനായിട്ട് കുറച്ച് നീളമുള്ള കോഡായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കോഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി ട്രൈ ചെയ്യാം. സോ ഞാനിതിനെ വലുതാക്കുകയാണ്. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്നു. എൻ്റെ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറയുകയാണ്. ആദ്യത്തെ നമ്പർ നമുക്ക് 100 എൻ്റർ ചെയ്യാം. 100 എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്പർ 100 ആയിട്ടുണ്ട്. എൻ്റെ ദി സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നു. സെക്കൻഡ് നമ്പറായിട്ട് ഞാൻ 200 എൻ്റർ ചെയ്യുന്നു. ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുന്നു, റൈറ്റ്. സോ നമ്പർ 2 200 ആയിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിൾ 100 ആയിട്ടുണ്ട്. നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിൾ 200 ആയിട്ടുണ്ട്. ആൻഡ് പ്ലസ് എ ഫോർ അഡിഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡി ഫോർ ഡിവിഷൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ എ കീ പ്രസ് ചെയ്യാണ്. എ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ആഡഡ് റിസൾട്ട് ഈസ് 300 എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ആഡ് ചെയ്ത റിസൾട്ട് 100 + 200 റിസൾട്ടാണ്. അത് ആഡഡ് റിസൾട്ടീസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആഡഡ് റിസൾട്ട് ഈസ് 300. ഇനി ഞാൻ എസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ, എസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്റ്റഡ് റിസൾട്ട് ഈസ് -100 എന്ന് പറയുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ കാണണമെങ്കിൽ എം ഞെക്കി കഴിഞ്ഞാൽ മൾട്ടിപ്ലൈഡ് റിസൾട്ട് ഈസ് 20,000 എന്ന് വന്നിട്ടുണ്ടല്ലേ. അതുപോലെ ഡിവിഷൻ കാണണമെങ്കിൽ ഡി കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് റിസൾട്ട് ഈസ് 0.5. 100 ബൈ 200, 100 ഡിവൈഡ് ബൈ 200 ഈസ് 0.5 അല്ലേ. സോ 0.5 എന്നുള്ള റിസൾട്ടും ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. സ്ക്രാച്ചിനകത്തുള്ള മറ്റൊരു പ്രൊജക്റ്റും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രസകരമായിട്ടുള്ള പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.